അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. തീയലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണിത്. കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉള്ളിത്തീയൽ ഉണ്ടാക്കാനായിട്ട് നമ്മളിവിടെ 250 ഗ്രാം ചെറിയുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് 2-4 കഷ്ണങ്ങളാക്കി കീറിയെടുക്കാം. ചെറിയുള്ളി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അരിഞ്ഞ് കഴിയുമ്പോൾ ഇത് 2 കപ്പ് ഉണ്ടാകും. ഇനി നമുക്ക് ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ട മറ്റു ചേരുവകൾ തയ്യാറാക്കാം. ആദ്യം നമുക്ക് വാളംപുളി കുതിരാൻ വേണ്ടി വെക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കാം. ഇതിലേക്ക് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കാം. ഇനി നമുക്കിത് കുതിരാൻ വേണ്ടി വെക്കാം. ആ സമയത്ത് തീയിലുണ്ടാക്കാൻ വേണ്ട തേങ്ങ ചിരവി വറുത്തെടുക്കാം. അതിനായിട്ട് നമ്മളിവിടെ ഒരു മുറി തേങ്ങ നൈസായി ചിരവി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് വറുത്തെടുക്കാം. തേങ്ങ ഇപ്പോൾ നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് 1 ടേബിൾ സ്പൂൺ മുതൽ 1.5 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ ചൂടിൽ തന്നെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ചൂടാറാനായിട്ട് വെക്കാം. ആ സമയത്ത് പുളി പിഴിഞ്ഞെടുക്കാം. വെള്ളത്തിൽ കുതിരാൻ വെച്ചിരുന്ന പുളി നമ്മൾ നന്നായി പിഴിഞ്ഞ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ അരച്ചെടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ 1/2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി അരച്ചെടുക്കാം. തേങ്ങ നമ്മൾ 1/2 കപ്പ് വെള്ളം ചേർത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തീയൽ തയ്യാറാക്കാം. അതിനായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കി അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിൽ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിൽ 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർക്കാം. 4 വറ്റൽമുളക് ചേർക്കാം. ചെറുതായി മൂപ്പിക്കാം. മുളക് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ 2 തണ്ട് കറിവേപ്പില ചേർക്കാം. എല്ലാം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. ഉള്ളി പെട്ടെന്ന് വാടി കിട്ടാനായിട്ട് ഇതിൽ 1 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി നമുക്ക് ഉള്ളി വഴറ്റിയെടുക്കാം. ഉള്ളി അധികം ഉടഞ്ഞു പോവാതെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് പുളി പിഴിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യാം. പുളി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ജാറ് കഴുകിയ 1/2 കപ്പ് വെള്ളം കൂടി ഞാനിതിൽ ചേർക്കുന്നുണ്ട്. എല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നിങ്ങളുടെ പാകത്തിന് വറ്റിച്ചെടുക്കാം. ചെറിയ ചൂടുള്ള വെള്ളത്തിൽ പുളി കുതിരാൻ വേണ്ടി വെക്കുകയാണെങ്കിൽ പുളി പെട്ടെന്ന് നന്നായി കുതിർന്ന് കിട്ടും. തേങ്ങ വറുത്തെടുക്കുമ്പോൾ സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം. ചിരവി എടുക്കുമ്പോൾ ഒരേപോലെ നൈസായി ചിരവി എടുക്കുകയാണെങ്കിൽ തേങ്ങ ഒരേപോലെ നന്നായി വറുത്ത് കിട്ടും. ചിരവി എടുത്ത ശേഷം മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്താൽ തേങ്ങ ഒരേപോലെ നൈസായി കിട്ടും. തേങ്ങ ഇളക്കിയിട്ട് കൊടുക്കാൻ ഇതുപോലെ കോരി മുറിക്കാൻ പറ്റിയ തവിയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. തേങ്ങ ഇപ്പോൾ ഒരു ഗോൾഡൻ നിറമായിട്ടുണ്ട്. ഈ നിറം മതിയാവില്ല. നല്ല ബ്രൗൺ നിറത്തിൽ തന്നെ തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ ആവശ്യത്തിന് ഫ്രൈ ആയി സ്റ്റൗ ഓഫ് ചെയ്ത ഉടനെ തന്നെ പൊടികൾ ചേർത്ത് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിനായിട്ട് പൊടികൾ ആവശ്യത്തിന് ആദ്യമേ എടുത്തു വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലതാണ്. പൊടികൾ ചേർത്ത ശേഷം സ്റ്റൗ ഓൺ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ചൂടിൽ തന്നെ പൊടികൾ മൂത്ത് വന്നോളും. മല്ലിപ്പൊടി ഇതിൽ കുറച്ച് ചേർത്താൽ മതി. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ചേർത്തത്. നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും മാറിപ്പോകരുതേ. വെള്ളം ചേർത്തരച്ചാൽ ഇതുപോലെ അരപ്പിന് നിറം മാറിപ്പോകും. ക്വാണ്ടിറ്റി കുറവായത് കാരണം വെള്ളം ചേർക്കാതെ അരയ്ക്കാനും പ്രയാസമാണ്. പക്ഷേ ഇത് കുഴപ്പമൊന്നുമില്ല. കറിയായി വരുമ്പോൾ നിറം തനിയെ മാറി വന്നോളും. തീയലിൽ ചെറിയൊരു കടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഉഴുന്ന് ചേർത്തത്. താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. ഉപ്പ് ചേർത്ത് ചെറിയ തീയിൽ മൂടി വെച്ച് വഴറ്റിയാൽ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും. ഉള്ളി വഴറ്റിയെടുക്കുമ്പോൾ കൂടുതൽ വേവിച്ച് ഉടച്ചു കളയരുത്. നന്നായി വാടുകയും എന്നാൽ ഉടഞ്ഞു പോകാത്തെയും പരുവത്തിലാണ് നമുക്കിത് വേണ്ടത്. അധികം ചാറില്ലാതെ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്ന പരുവത്തിലാണ് ഉള്ളിത്തീയൽ നല്ലത്. ഇപ്പോൾ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്യണേ. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അടിച്ചു വിടാനും മറന്നു പോകരുതേ. അങ്ങനെ നമ്മുടെ ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. തീയലിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കറിയാണിത്. കുറഞ്ഞ ചേരുവയിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ കറി നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ പറയണം. മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം.